ഹായ് ഓൾ ഓഫ് യു ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറിയെക്കുറിച്ചാണ്. തുടങ്ങാം. മീനിങ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഈസ് എ തിയറി ഡെവലപ്ഡ് ബൈ F.W. Taylor in the early 20th century to improve efficiency in organization by applying scientific methods to work processes. നോക്കൂ, എന്താണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി എന്ന് വെച്ചാൽ, ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി ഡെവലപ്പ് ചെയ്യുന്നത് F.W. ടൈലറാണ്. ഏകദേശം 20-ാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. എന്തിനാണ് ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി ഡെവലപ്പ് ചെയ്തതിൽ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ടു ഇംപ്രൂവ് എഫിഷ്യൻസി, കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. എവിടത്തെ? ഇൻ ഓർഗനൈസേഷൻ ബൈ അപ്ലൈയിങ് സയൻറ്റിഫിക് മെത്തേഡ്സ്, അതായത് ശാസ്ത്രീയമായ മെത്തേഡുകൾ ഇങ്ങനെയുള്ള ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. ടു വർക്ക് പ്രോസസ്, അതായത് അവരുടെ ജോലി സ്ഥലങ്ങളിലാണ് ഈ മെത്തേഡ് അപ്ലൈ ചെയ്തത്. ഇറ്റ് ഫോക്കസസ് ഓൺ ഫസ്റ്റ് വൺ ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. രണ്ടാമത്തത് റെഡ്യൂസിങ് വേസ്റ്റേജ്. മൂന്നാമത്തത് സ്റ്റാൻഡർഡൈസിങ് വർക്ക് പ്രൊസീജിയേഴ്സ് എല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്യുക. ലാസ്റ്റത്തത് ഇംപ്രൂവിങ് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി, ഭരണപരമായ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുക. അപ്പോൾ എന്താണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറിയുടെ എയിം എന്ന് പറയുന്നത്? പ്രൊഡക്ടിവിറ്റി കൂട്ടുക. രണ്ടാമത്തത് വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യുക. വർക്ക് പ്രൊസീജിയേഴ്സ് എല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്യുക. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിയെ ഇംപ്രൂവ് ചെയ്യുക. ഇതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഇത് ഫസ്റ്റ് ക്ലാസ്സാണ്. HSST പൊളിറ്റിക്കൽ സയൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മെറ്റീരിയൽസും വെച്ചാണ് ടീച്ചർ ക്ലാസ് ഇടുന്നത്. നെക്സ്റ്റ്, F.W. ടൈലേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ബുക്സാണ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, അത് 1911. ദെൻ ഷോപ്പ് മാനേജ്മെൻറ്റ്, എ പീസ് റേറ്റ് സിസ്റ്റം, ദെൻ കോൺക്രീറ്റ് കോസ്റ്റ്. അപ്പോൾ ഈ 4 ബുക്സും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അതിൻ്റെ നേരെ തന്നെ അത് പബ്ലിഷ് ചെയ്ത വർഷവും ഉണ്ട്. ഷോപ്പ് മാനേജ്മെൻറ്റ് 1903, എ പീസ് റേറ്റ് സിസ്റ്റം 1895 ആൻഡ് കോൺക്രീറ്റ് കോസ്റ്റ് 1912. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ബുക്സുകൾ. ദെൻ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി തിയറി. ഇറ്റ് ഡെവലപ്പ് ഡ്യൂറിങ് ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അല്ലെ വ്യവസായ വിപ്ലവത്തിൻ്റെ ആ ഒരു പീരീഡ് ഓഫ് ടൈമിലാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. പബ്ലിഷ് ഇൻ ഹിസ് ബുക്ക് ദ പ്രിൻസിപ്പിൾസ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ബുക്കിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ദെൻ ഇനീഷ്യലി അപ്ലൈഡ് ഇൻ ഫാക്ടറീസ് ബട്ട് ലേറ്റർ അഡോപ്റ്റഡ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അദ്ദേഹം ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി ആദ്യമേ ഒന്ന് അപ്ലൈ ചെയ്ത് അതൊന്ന് എക്സ്പീരിമെൻ്റായിട്ട് പരീക്ഷിച്ചത് എവിടെയാണ്? ഫാക്ടറീസിലാണ്. പിന്നെ അത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഡോപ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്? സയൻസ്, നോ റൂൾ ഓഫ് തമ്പ്. ശരിക്കും ശാസ്ത്രം എന്ന് പറയുന്നത് അനുമാനങ്ങളല്ല. വർക്ക് ഷുഡ് നോട്ട് ബി ഡൺ ബേസ്ഡ് ഓൺ ഗസ് വർക്ക് ഓർ ട്രഡീഷൻ. നമുക്ക് ഒരു ജോലി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഊഹക്കച്ചവടത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പാരമ്പര്യത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ അത് ഇന്ന ജോലിക്ക് ഇന്ന പാരമ്പര്യമാണ് അല്ലെങ്കിൽ ഇന്ന ഊഹക്കച്ചവടം ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. സയൻറ്റിഫിക് മെത്തേഡ്സ്, അതായത് ഒബ്സർവേഷൻ ആയിക്കോട്ടെ, അനാലിസിസ് ആയിക്കോട്ടെ, മെഷർമെൻറ്റ് മസ്റ്റ് ബി യൂസ്ഡ്. അപ്പോൾ അതിനെന്ത് ആവശ്യമുണ്ട്? ഈ ശാസ്ത്രീയമായ പല രീതികളും അതിനാവശ്യമുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒബ്സർവേഷൻ, അനാലിസിസ്, മെഷർമെൻ്റ് ഒക്കെ ആണ്. ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് ഷുഡ് ബി ബേസ്ഡ് ഓൺ റിസർച്ച് ആൻഡ് ഡേറ്റ. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഈ പ്രൊസീജിയേഴ്സ്, പൊതു ഭരണത്തിൽ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് ഗവേഷണങ്ങളുടെയും ഡേറ്റകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നടത്തപ്പെടുന്നത്.
എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഫയൽ മൂവ്മെൻറ്റ് ഇൻ ഓഫീസസ് ടു റെഡ്യൂസ് ഡിലേ. അതായത് കാലതാമസം കുറയ്ക്കുന്നത്, ആ കുറയ്ക്കുന്നതിന് വേണ്ടി ഓഫീസിലെ ഫയൽ നീക്കത്തിനെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ ഒന്നാമത്തതാണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. അതായത് ശാസ്ത്രമെന്ന് പറയുന്ന ഒരിക്കലും അനുമാനമല്ല. നമുക്കൊരിക്കലും ഒരു ഊഹക്കച്ചവടത്തിൻ്റെയോ അല്ലെങ്കിൽ ട്രഡീഷണലോ അങ്ങനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്, ഏത് വർക്കിലും നമുക്ക് സയൻറ്റിഫിക് മെത്തേഡുകൾ ഉപയോഗിക്കാം. എക്സാമ്പിൾ ഇവിടെ ഒബ്സർവേഷനും അനാലിസിസും മെഷർമെൻറ്റും പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, ഹാർമണി നോട്ട് ഡിസ്കോർഡ്. ദെയർ മസ്റ്റ് ബി കോപ്പറേഷൻ ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ്. ഏത് ജോലി സ്ഥാപനങ്ങളിലായാലും മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിൽ നല്ല സഹകരണം ഉണ്ടാവണം. കോൺഫ്ലിക്റ്റ് റെഡ്യൂസ് എഫിഷ്യൻസി. അതായത് നിരന്തരമായിട്ടുള്ള കലാപങ്ങൾ, തർക്കങ്ങൾ, വഴക്കുകൾ എന്ത് കുറയ്ക്കും? ആ ജോലിക്കാരുടെ എഫിഷ്യൻസി കുറയ്ക്കും, കാര്യക്ഷമത കുറയ്ക്കും. ഇൻ ഗവൺമെൻറ് ഓഫീസേഴ്സ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഓഫീസേഴ്സ് ആൻഡ് സ്റ്റാഫ് എൻഷുവേഴ്സ് സ്മൂത്ത് ഫങ്ഷനിങ്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസിലാണെങ്കിൽ ഓഫീസേഴ്സും സ്റ്റാഫും തമ്മിലുള്ള നിരന്തരമായ സഹകരണം ആ ജോലി വളരെ സ്മൂത്താക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ രണ്ടാമത്തേതാണ് ഹാർമണി. മൂന്നാമത്തത് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം, സഹകരണമാണ് ഇവിടെ പറയുന്നത്. മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഷുഡ് വർക്ക് ടുഗദർ. മാനേജേഴ്സും എംപ്ലോയേഴ്സും ഒരുപോലെ തന്നെ വർക്ക് ചെയ്യണം. അവരൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ആ ജോലി സ്മൂത്തായിട്ട് പോവുകയുള്ളൂ. ബോത്ത് ഷുഡ് ഷെയർ റെസ്പോൺസിബിലിറ്റി ഫോർ അച്ചീവിങ് ഗോൾസ്. അതായത് ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ഈ മാനേജറും എംപ്ലോയീസും പരസ്പര സഹകരണത്തോടുകൂടി ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്യണം. നെക്സ്റ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് പേഴ്സൺ ടു ഹിസ് ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി. അതിനുള്ള പറയുന്നത് വർക്കേഴ്സ് ഷുഡ് ബി സെലക്റ്റഡ് സയൻറ്റിഫിക്കലി. നമ്മൾ ഒരു ജോലി സ്ഥാപനങ്ങളിലേക്ക് വർക്കേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം, സയൻറ്റിഫിക്കലി വേണം സെലക്ട് ചെയ്യാൻ. ദെൻ പ്രോപ്പർ ട്രെയിനിങ് മസ്റ്റ് ബി പ്രൊവൈഡഡ്. അവർക്ക് എന്ത് നൽകണം? സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് പ്രോപ്പർ ട്രെയിനിങ് നൽകണം. ഇൻ അഡ്മിനിസ്ട്രേഷൻ റിക്രൂട്ട്മെൻറ്റ് ഷുഡ് ബി മെറിറ്റ് ബേസ്ഡ് ആൻഡ് ട്രെയിനിങ് ഓറിയൻറ്റ്. അഡ്മിനിസ്ട്രേഷനിൽ എപ്പോഴും റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് എങ്ങനെയായിരിക്കണം? മെറിറ്റ് ബേസിൽ, അതായത് അവൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ നല്ല പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിലും ആയിരിക്കണം. അടുത്തത് ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്സ് എന്തൊക്കെയാണ്? ടൈം സ്റ്റഡിയാണ് ഒന്നാമത്തത്. മെഷറിങ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് എ ടാസ്ക്. ഒരു ടാസ്ക് ചെയ്ത് തീർക്കാൻ ഓരോരുത്തർക്കും ചിലവാകുന്ന ടൈം, എത്ര ടൈം അവർക്ക് ആവശ്യമാണ്. പിന്നെയോ ഹെൽപ്സ് എലിമിനേറ്റ് അൺനെസസറി മൂവ്മെൻറ്റ്സ്. അതായത് ആവശ്യമില്ലാത്ത മൂവ്മെൻറ്റ്സിനെ ഒഴിവാക്കുക. അത് ഇങ്ങനെ ടൈം സ്റ്റഡി വെക്കുവാണെങ്കിൽ ഓരോരുത്തരുടെയും ടൈമിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ആ വർക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. എക്സാമ്പിൾ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്റ്റഡിയും ഹൗ ലോങ് ഇറ്റ് ടേക്സ് ടു പ്രോസസ് എ ഗവൺമെൻറ് ആപ്ലിക്കേഷൻ. അതായത് നമ്മൾ നൽകുന്ന ഗവൺമെൻറ് ആപ്ലിക്കേഷൻസിൽ ആണെങ്കിൽ അതിന് എത്ര ടൈമാണ് അത് പ്രോസസ്സിനായത് ആവശ്യമായിട്ടുള്ളത്. രണ്ടാമത്തത് മോഷൻ സ്റ്റഡിയാണ് ടെക്നിക്കിൽ. അനലൈസിങ് ബോഡി മൂവ്മെൻറ്റ്സ് ടു ഇംപ്രൂവ് എഫിഷ്യൻസി. അതായത് എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ അടുത്തതാണ് ബോഡി മൂവ്മെൻറ്റ്സ്. റിഡ്യൂസസ് വേസ്റ്റേജ് ഓഫ് എഫേർട്ട്. ഇത് എഫേർട്ട് വേസ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കുന്നു. മൂന്നാമത്തതാണ് ടെക്നിക് സ്റ്റാൻഡർഡൈസേഷൻ. സ്റ്റാൻഡേർഡ് ടൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടൂൾസും പ്രൊസീജിയേഴ്സും ഉപയോഗിക്കാം. ഇൻ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാൻഡേർഡ്സ് ഫോംസ് ആൻഡ് റൂൾസ് ഇംപ്രൂവ് എഫിഷ്യൻസി. അപ്പോൾ ഇത് ജസ്റ്റ് ആ മെയിൻ ഹെഡിങ് മാത്രം പഠിച്ചു പോയാൽ മതി. ടൈം, അതുപോലെ തന്നെ മോഷൻ സ്റ്റഡി, ദെൻ സ്റ്റാൻഡർഡൈസേഷൻ. അടുത്തത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഇനി ഫങ്ഷൻസ് ഫോർമാൻഷിപ്പ്, ഡിവിഷൻ ഓഫ് സൂപ്പർവൈസറി ഫങ്ഷൻസ് എമംഗ് സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ
സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ സൂപ്പർവൈസറി ഫങ്ഷൻസ് ഡിവൈഡ് ചെയ്ത് നൽകുക. ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡിഫറെൻറ്റ് ഓഫീസേഴ്സ് ഹാൻഡിൽ സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻ. അല്ലേ, നമ്മളിപ്പോൾ കാർപ്പൻറ്റർ ജോലി ചെയ്യുന്നവർ ആ കാർപ്പൻട്രിയിൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ അറിയുന്ന ആളുകളായിരിക്കും. ടീച്ചേഴ്സ് എങ്ങനെയാണ് നന്നായിട്ട് ക്ലാസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരായിരിക്കും. അപ്പോൾ ഏത് മേഖലയിലാണോ അവൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ മേഖല അവന് തരം തിരിച്ച് നൽകുക. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഇൻസെൻറ്റീവ് ബേസ്ഡ് ഓൺ പെർഫോമൻസ്. നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും ക്യാഷ് കൂടുതൽ കൊടുക്കുകയോ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഇൻസെൻറ്റീവ്സ് നൽകുക. സോ ലെസ് യൂസ്ഡ് ഇൻ ഗവൺമെൻറ് പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് റിഫ്ലക്റ്റ് ദിസ് ഐഡിയ. അതായത് എന്തുമാത്രം ഇൻസെൻറ്റീവ്സ് ലഭിക്കണോ അതനുസരിച്ച് അവൻ്റെ പെർഫോമൻസും കൂടുമെന്നാണ് പറയുന്നത്. അഞ്ചാമത്തത് ഇമ്പോർട്ടൻസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇത് എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറിയുടെ ഒരു ഇമ്പോർട്ടൻസ്? ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് എഫിഷ്യൻസി ഇൻ ഗവൺമെൻറ് ഓഫീസസ്. അതായത് ഗവൺമെൻറ് ഓഫീസസിൽ എഫിഷ്യൻസി എൻകറേജ് പ്രൊഫഷണൽ ട്രെയിനിങ് എൻകറേജ് ചെയ്യും. അതുപോലെ ടു പ്രൊമോട്ടർ മെറിറ്റ് ബേസ്ഡ് റിക്രൂട്ട്മെൻറ്റ്. അതായത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ റിക്രൂട്ട്മെൻറ്റ് എൻകറേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇറ്റ് റെഡ്യൂസ്ഡ് കറപ്ഷൻ ആൻഡ് ഡിലേ. കറപ്ഷൻ, അഴിമതിയും അതുപോലെ തന്നെ കാലതാമസവും ഇത് കുറയ്ക്കുന്നു. നെക്സ്റ്റ്, ക്രിറ്റിസിസം ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഇറ്റ് ഇഗ്നോർസ് ഹ്യൂമൻ ഇമോഷൻസ്. ശരിക്കും ശാസ്ത്രീയമായിട്ട് ഒബ്സർവേഷനിലൂടെ അനാലിസിസിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നു. ഹ്യൂമൻ എഫേർട്സിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ടൈലർ വിശദീകരിച്ചില്ല. നെക്സ്റ്റ്, ട്രീറ്റ്സ് വർക്കേഴ്സ് ലൈക്ക് മെഷീൻസ്. ശരിക്കും ഈ ഉദ്യോഗസ്ഥരെ മീൻസ് ഈ വർക്കേഴ്സിനെ ഒരു മെഷീൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അടുത്തത് ഓവർ എംഫസിസ് ഓൺ എഫിഷ്യൻസി. അതായത് കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ എയിമിലേക്ക് ഇത് ഫോക്കസ് ചെയ്ത് പോയോ എന്നൊരു ഡൗട്ട് പറയുന്നുണ്ട്. ദെൻ നാലാമത്തത് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ ടൈപ്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ്. എല്ലാ ഭരണ മേഖലയിലും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഭരണകാര്യങ്ങളും നമുക്ക് ഒരിക്കലും ഇത് സ്യൂട്ടബിൾ അല്ല.